ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് പഞ്ചാബ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ്. ഓൾറെഡി ഇന്നത്തെ ദിവസം 2 മത്സരങ്ങളാണ് നടക്കുന്നത്. അതിൽ രണ്ടാമത്തെ മത്സരത്തിൻ്റെ പ്രിവ്യൂസാണ് നമ്മളിപ്പോൾ പറയുന്നത്. മറ്റേ മാച്ചിൻ്റെ പ്രിവ്യൂസ് ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും കാണാൻ ശ്രമിക്കുക. ചൊവ്വാഴ്ചയായിട്ട് എന്താ 2 മത്സരം എന്നല്ലേ, അതെനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ പ്രിവ്യൂസിലോട്ട് കിടക്കാൻ മാച്ച് നമ്പർ 21 ആണ്. അപ്പോൾ നമ്മുടെ ചണ്ഡീഗഡിലുള്ള നമ്മുടെ പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. കൃത്യം 7:30-നാണ് മത്സരം നടക്കുന്നത്. മാച്ച് നമ്പർ 21 ആണ്. ഏപ്രിൽ 8-ാം തീയതി കൃത്യം 7:30 കേട്ടോ. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. സോ മസ്റ്റായിട്ട് തന്നെ കയറാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണെന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. സോ ബാക്ക് ടു വീഡിയോയിലോട്ട് വരാം. നമ്മുടെ ചെന്നൈയും പഞ്ചാബും അത്യാവശ്യം 2 ടീമും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. കൂടുതലും ഇപ്പോൾ പഞ്ചാബാണ് പോയിന്റ് ടേബിളിൽ അത്യാവശ്യം നല്ല ടോപ്പിലോട്ട് വന്ന് നിൽക്കുന്നത്. നമ്മൾ ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ടോട്ടൽ 31 മത്സരങ്ങളാണ് പഞ്ചാബും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 17 CSKയും 14 പഞ്ചാബുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. റീസെൻറ്റ് ഫോം നോക്കുന്ന സമയത്ത് പഞ്ചാബിനാണ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത്. കാരണം പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ട് കൂടെ ആണ്. സോ അവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ പേസേഴ്സിന് ഇവിടെ പവർ പ്ലേയിൽ വിക്കറ്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ലാസ്റ്റ് കുറച്ച് മത്സരങ്ങളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 6 മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ 63 വിക്കറ്റും 22 വിക്കറ്റ് സ്പിന്നേഴ്സിനുമാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പിന്നിനും ഇവിടെ ചെറിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ ചഹാലിനും അതുപോലെ തന്നെ രവിചന്ദ്ര അശ്വിൻ, ജഡേജ, നൂർ അഹമ്മദിനൊക്കെ നല്ല രീതിയിൽ സ്ലോ പിച്ച് ആയതുകൊണ്ട് മേ ബി വിക്കറ്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ആവറേജ് സ്കോറായിട്ട് കണക്കാക്കുന്നത് ഏകദേശം 175 റൺസ് എബോവ് ആണ് ഇവിടെ ഒരു ആവറേജ് റൺസായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇനി നമ്മൾ പഞ്ചാബിൻ്റെ ടോപ്പ് ഓർഡറത്തെയും അതുപോലെ തന്നെ മിഡിൽ ഓർഡറത്തെയും പ്ലെയേഴ്സിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഒരു പിച്ചിനെ പറ്റി ഞാൻ സിമ്പിളായിട്ടൊരു ധാരണ തരാം. പിച്ചെന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് അത്യാവശ്യം നല്ല റൺസ് വരും. വിക്കറ്റ് വരികയാണെങ്കിൽ തന്നെ കൂടുതലും വിക്കറ്റ് കിട്ടാറുള്ളത് ഫാസ്റ്റ് ബൗളേഴ്സിനാണ്. ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക. പക്ഷേ സ്പിന്നേഴ്സിന് കിട്ടാറില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ബട്ട് എസ്പെഷ്യലി ഇനീഷ്യൽ സ്റ്റേജസിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു മത്സരം നടക്കണമെന്ന് ഈ ഒരു മത്സരം എടുത്ത് നോക്കിക്കോളൂ. ഇപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ 6 ഓവറിൽ വിക്കറ്റ് പോയില്ല. 6 ഓവർക്ക് അതിന് വിക്കറ്റ് കിട്ടുന്നത് സ്പിന്നേഴ്സാണ്. ബാക്കി 6 to 14 വരെയൊക്കെ തീർച്ചയായിട്ടും കൂടുതലും ചെയ്യാറുള്ളത്. സോ ആ ഒരു ഓവേഴ്സിൽ 2 വിക്കറ്റ് വീതം 2 സ്പിന്നേഴ്സിന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെ ഒരു 4 വിക്കറ്റ് പോയെന്ന് വെച്ചാൽ പിന്നെയുള്ള ബാറ്റിംഗ് ഓർഡർ കുറച്ച് ശോകമായിരിക്കും, മിഡിൽ ഓർഡർ ആയിരിക്കും. സോ അവർ പെട്ടെന്ന് ഔട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 2 വിക്കറ്റ് കൂടെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഡെത്ത് ഓവേഴ്സ് ചെയ്യുന്ന ഫാസ്റ്റ് ബൗളേഴ്സിന് കൂടുതൽ വിക്കറ്റ് കിട്ടും. സോ അപ്പോൾ ഇവിടെ പേസ് ബൗളേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടാകും. സോ അങ്ങനെയാണ് ഇവിടെ ഫാസ്റ്റ് ബൗളേഴ്സിന് സ്പിന്നേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മേ ബി സ്പിന്നേഴ്സിൽ തന്നെ ഏകദേശം 3-6 വിക്കറ്റ് പോയി എന്ന് വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ സ്പിന്നേഴ്സിന് 2 വിക്കറ്റും ബാക്കിയൊക്കെ ഡെത്ത് ഓവേഴ്സിൽ അടിച്ച് കളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബൗൺസ് ആയിട്ട് ക്യാച്ച് പോകാനുള്ള ചാൻസസും ഉണ്ട്. സോ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ കുറച്ച് കിഡിലനായിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് കുബേര ഫാൻറ്റസിയാണ്. ഞാനിപ്പോൾ മാച്ചിൽ കളിച്ചിട്ടുണ്ട്. ഞാൻ ഇത് സംഭവം സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഒരു മാച്ച് എടുത്ത് തന്നെ ഈ ഒരു മാച്ചിൽ ഡ്യോ എന്നുണ്ടാവും. ഈ ഡ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ വേണ്ട, വൈസ് ക്യാപ്റ്റൻ വേണ്ട, ടീം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെ ഓപ്പോണൻറ്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കിഡിലൻ ഓപ്ഷനാണ് ഇതിലുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കോൺടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, റിക്കിൾട്ടൺ, വിൽ ജാക്സ് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമല്ലോ. ഇതിൽ ആരാ നന്നായി കളിക്കുകയെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. സോ നമുക്ക് ഇതിൽ ആരെങ്കിലും ഒരാളെ പിക്ക് ചെയ്യാം. ഇത്രയുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസിത്തെ ഈ ഡ്യോ ഓപ്ഷൻ. ദെൻ ഡ്യോ പ്രോ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സിന് വെച്ച് കാണാൻ പറ്റും. ഇവിടെ ആരൊക്കെ നന്നായി കളിക്കുന്നതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ക്യാഷാണ് ഇവിടെ പ്രോബ്ലം എങ്കിൽ നിങ്ങൾക്ക് എൻട്രി ഫീസ് 3 രൂപ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞുതരാം ഇതിലിപ്പോൾ ആരൊക്കെ നന്നായി കളിക്കുക. ഇപ്പോൾ വിൽ ജാക്സ് എൻ്റെ ഒരു ഓപ്ഷനിലാണ് വിൽ ജാക്സും. അതുപോലെ തന്നെ ബൗളിങ്ങിലാണെങ്കിൽ നമ്മുടെ ഹേസൽവുഡും നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. സോ ഞാൻ അങ്ങനെ പിക്ക് ചെയ്തു. അത്രേ ഉള്ളൂ. ഇങ്ങനെ 2 പ്ലെയേഴ്സിന് ഒരു സെറ്റായിട്ട് നമ്മുടെ ടീമാകുമ്പോൾ 15 പേരെല്ലാം എടുക്കും. ഇവിടെ 2 പ്ലെയേഴ്സിനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റും. സോ നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. സോ തീർച്ചയായും ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഒരുപാട് കോൺടെസ്റ്റുകൾ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. 410 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ ക്യാപ്റ്റൻ VC ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വലിയ
ഇതിപ്പോൾ നമുക്ക് വലിയ പോയിന്റ് ഡിഫറൻസോ കാര്യങ്ങളൊന്നും അധികം കാര്യമായിട്ട് ഉണ്ടാവത്തില്ല. ഇതിപ്പോൾ നോക്കിയോ ഞാനും എൻ്റെ ഓപ്പോണൻറ്റുമായിട്ട് ഫസ്റ്റ് നിൽക്കുന്ന ആളായിട്ട് ചെറിയൊരു പോയിന്റ് വേരിയേഷൻസേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും എന്ന് പറഞ്ഞാൽ എന്തായാലും യൂസ്ഫുൾ ആവും. സോ മസ്റ്റായിട്ട് നമ്മുടെ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്യുക. സെക്കൻഡ് വൺ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചോയ്സിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇതും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെയും ആ ഒരു കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമ്മുടെ കുബേരി ഡ്യൂ ആണെങ്കിൽ ഇവിടെ കോപ്പ് എന്നാണ്. ഈ കോപ്പ് എന്താണെന്ന് വെച്ചാൽ 5 പ്ലേയേഴ്സിന് 2 പേരെ പിക്ക് ചെയ്യുന്നത് കണ്ടില്ലേ. ഞാനിപ്പോൾ ചുമ്മാ ഇട്ടത് ഈ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ചുമ്മാ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ക്യാഷ് കിട്ടും. കാരണം നമ്മുടെ പിക്ക് ഞാനിപ്പോൾ ഈ പിക്ക് നമ്മുടെ ട്രെൻ ബോൾട്ടാണ്. ഞാൻ ട്രെൻ ബോൾട്ട് ആണെന്ന് നമ്മുടെ ഇവിടെ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രെൻ ബോൾട്ടിനെയാണ് ഞാൻ ഇവിടെ പിക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് വിരാട് കോഹ്ലി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സാധനം ഇത് അവിടെ ഇട്ടിട്ടുള്ളത് കണ്ടില്ല. ഞാൻ അപ്പുറത്ത് വിരാട് കോഹ്ലിയാണ്, അപ്പുറത്ത് ട്രെൻ ബോൾട്ടാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ 135 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഏകദേശം വിരാട് കോഹ്ലിക്ക് 79 പോയിന്റ്, ഏകദേശം വിൻ ആവാനുള്ള ചാൻസ് കൂടുതൽ എനിക്ക് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ സിമ്പിളായിട്ട് പറ്റും. കാരണം എനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഡ്രീം 11 കളിക്കുന്ന ക്യാഷ് ഉണ്ടാക്കാനല്ലേ. സോ അതിൽ നല്ല കുറച്ച് ഓപ്ഷൻസാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇതന്നെ ചെയ്യണം എന്നല്ല, ബട്ട് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ നമ്മളെ ഇവിടെ സ്പോട്ടസിയിലാണെങ്കിൽ ഈ സെയിം ഓപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പിക്ക് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൂര്യകുമാർ യാദവ്, ഞാൻ പിക്ക് ചെയ്തത് വിരാട് കോഹ്ലിയുടെ. കണ്ടില്ലേ, ഇത്രയുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ ക്യാഷ് ചെയ്യാൻ പറ്റും. എല്ലാ വില്ലിങ്സും ഓണിലാണ് കിടക്കുന്നത്. കണ്ടില്ലേ, ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ ഇത് തന്നെ ട്രൈ ചെയ്തോ. കാരണം എനിക്കധികം ലോസ് ഇതിൽ വന്നിട്ടില്ല. ഓപ്പണായിട്ട് പറയുന്നത് ലോസ് കൂടുതൽ ഇതിൽ വരത്തില്ല. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ദെൻ മൈ മാസ്റ്റർ 11 തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ടീം ഇട്ട് കളിക്കുന്നവരാണെങ്കിൽ ട്രൈ ചെയ്തോ. ക്യാഷ് കൊയ്യുക. കാരണം പുതിയൊരു ആപ്ലിക്കേഷനാണ്. ഡെയിലി 1 lakh rupees ഗീവ്. അതാണ് ഇതിൽ സ്പെഷ്യലായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് ക്യാഷ് ഇല്ലെങ്കിലും 0 rupees കയറി ജോയിൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ ടീം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ATM ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ചുമ്മാ ഇട്ടാട്ടെ. ഇതിലൊരു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാച്ച് എടുത്തിട്ട് അവിടെ വന്ന് ATM എന്ന് പറഞ്ഞാൽ ATM വന്നത്. ഇനിയിപ്പോൾ 1 രൂപയ്ക്ക് ജോയിൻ ചെയ്യണം. 1 രൂപയ്ക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. 1 രൂപ തൊട്ടൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോൺടെസ്റ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ. 47 രൂപയുടെ കോൺടെസ്റ്റ്. നിങ്ങൾ പുതിയൊരു എൻട്രിയാണ്, പുതിയൊരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ക്യാഷ് കിട്ടും. 200 രൂപ ക്യാഷ് ബോണസ് സൈനപ്പ് ചെയ്ത് ഒട്ടും കിട്ടുന്നതായിരിക്കും. Focus 11 മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട വേറൊരു ആപ്ലിക്കേഷനാണ്. 5 പ്ലേയേഴ്സിന് വെച്ചൊക്കെ ഫാൻറ്റസി, 6 പ്ലേയേഴ്സിനൊക്കെ വെച്ച് ഫാൻറ്റസി ഇടണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി. ഡെയിലി ഗിവേഴ്സ് കൊടുക്കുന്നുണ്ട്. എൻട്രി ഫീസ് കുറവാണ്. മറ്റ് ആപ്ലിക്കേഷനിൽ വെച്ച് കോമ്പറ്റീഷൻ കുറവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതാ പറയാനുള്ളത്. കോമ്പറ്റീഷൻ കുറവാണ്. നിങ്ങൾ എങ്ങനെ ടീം ഇട്ടാലും കൂടുതൽ വിന്നാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ എല്ലാ മത്സരം ആയാലും ഇവിടെ 3 രൂപയും 2 രൂപയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഫോർഡബിൾ ആയിട്ട്, ഡ്രീം 11നെക്കാട്ടിലും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് GST TDS ഒന്നും കൊടുക്കാതെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ പറഞ്ഞ ആപ്ലിക്കേഷനിലൊക്കെ ഉണ്ട്. എല്ലാത്തിനും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഈ ഞാൻ പ്രിവ്യൂ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പഞ്ചാബ് കിങ്സിൻ്റെ കീ പോയിൻറ്റ്സ് ആണ്. കീ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ടോപ്പ് ഓർഡർ, മിഡിൽ ഓർഡർ, പിന്നെ ബൗളിംഗ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടോപ്പ് ഓർഡറിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർനൂർ സിംഗ്, പുതിയൊരു പ്ലെയറാണെന്ന് തോന്നുന്നു. ഓക്കെ, റെക്കോർഡ്സ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. അദ്ദേഹം ഇറങ്ങാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സ് ഇവിടെ ആഡ് ചെയ്തത്. ഐ തിങ്ക് ഞാൻ ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കേട്ടോ. റീസെൻറ്റ് പക്ഷേ നല്ല ഫോമിലാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ പ്രിയാഷിന് പകരമാണ് ഈ ഹർനൂർ സിംഗിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സിമ്രാൻ സിംഗ് ലാസ്റ്റ് 6 മത്സരങ്ങളിൽ അദ്ദേഹം എടുത്തത് 92 റൺസാണ്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ 85 റൺസും എടുത്തിട്ടുണ്ട് അദ്ദേഹം. ഈ ഒരു വെന്യൂലാണ് 6 മത്സരം കളിച്ചിട്ട് 92 റൺസ് എടുത്തത്. അഗെയിൻസ്റ്റ് CSK ആയിട്ട് 3 മത്സരത്തിൽ നിന്ന് 85 റൺസ് എടുത്തിട്ടുണ്ട്. ശ്രേയസ് അയ്യർ 97 ലാസ്റ്റ് മത്സരം, അതിന് മുന്നേ 52, അതിന് മുന്നേ 48, അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് 5 ഇന്നിങ്സ് പോകുന്നത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് CSK ആയിട്ട് 13 ഇന്നിങ്സിൽ 290 റൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിഡിൽ ഓർഡർ ആയിട്ട് വരുന്നത് നഹേൽ വധേര. റീസെൻറ്റ് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ചിട്ടുള്ളൂ, 62 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് CSK ആയിട്ട് ഒരു മത്സരം കളിച്ച് 64 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗ്ലെൻ മാക്സ്വെലാണ് മിഡിൽ ഓർഡറിൽ വേറൊരു ബാറ്റ്സ്മാനായിട്ട് പറയാനുള്ളത്. അദ്ദേഹം ഈ ഒരു അഗെയിൻസ്റ്റ് CSK ആയിട്ട് 7 വിക്കറ്റ് 380 റൺസും എടുത്തിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് പെർഫോമൻസ് 30 റൺസും 1 വിക്കറ്റുമാണ്. മാർക്കസ് സ്റ്റോൺസ്, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 216 റൺസാണ് എടുത്തിട്ടുള്ളത് അഗെയിൻസ്റ്റ് CSK ആയിട്ട് അദ്ദേഹം. അതുപോലെ തന്നെ റീസെൻറ്റ് പെർഫോമൻസ് 55 റൺസും 1 വിക്കറ്റുമാണ്. ഓൾറൗണ്ടറായിട്ട് പറയാൻ പോകുന്നത് ശശാങ്ക് സിംഗ് ആണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 114 റൺസാണ് ടോട്ടലി എടുത്തിട്ടുള്ളത്. അഗെയിൻസ്റ്റ് CSK ആയിട്ട് 67 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ.
സുയനാഷ് ഷെഡ്ജ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ റീസെൻറ്റ് ഗെയിംസിൽ ഏകദേശം 4 വിക്കറ്റും 61 റൺസും എടുത്തിട്ടുണ്ട്. ദെൻ എഗെയിൻസ്റ്റ് ആയിട്ട് CSK ആയിട്ട് കളിച്ചിട്ടില്ല. ബൗളേഴ്സിൽ നോക്കുമ്പോൾ പഞ്ചാബിൽ ബൗളേഴ്സ് നോക്കുമ്പോൾ മെയിൻ പേസിൽ ഡെത്ത് ഓവേഴ്സിൽ കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ഒരു പ്ലെയറാണ് ഹർഷദീപ് സിംഗ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഗ്രൗണ്ടിൽ 9 വിക്കറ്റാണ് എടുത്തുള്ളത്. എഗെയിൻസ്റ്റ് CSK ആയിട്ട് 9 വിക്കറ്റാണ്. ലോക്കി ഫെർഗൂസൺ ഈ ഒരു ഗ്രൗണ്ടിൽ 2 വിക്കറ്റും എഗെയിൻസ്റ്റ് CSK ആയിട്ട് 2 വിക്കറ്റുമാണ്. ചഹാലിനെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് CSK ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് റീസെൻ്റ്ലി. ലാസ്റ്റ് 5 മത്സരങ്ങളിൽ നിന്ന് 1 വിക്കറ്റ് എടുത്തുള്ളൂ. വിക്കറ്റ് എടുക്കാൻ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. നല്ല വീക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷനിലാണ്. ഇനിയിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് കിടക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിലാണ് ഈ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ രച്ചിൻ രവീന്ദ്ര. റീസെൻറ്റ് ഫോം ഔട്ടാണ്. ദെൻ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് കളിച്ച മത്സരം പെട്ടെന്ന് ഔട്ടായി പോയില്ലേ, 61 കുറച്ച് ശോകമാണ് കേട്ടോ. അതുപോലെ തന്നെ പഞ്ചാബ് അഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ദെൻ ഡിവോൺ കോൺവേ അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് ഒരു ഇന്നിങ്സ് കളിച്ച് 92 റൺസ് എടുത്തുള്ളത്. റീസെൻ്റായിട്ട് 97, 48 കേട്ടോ അദ്ദേഹത്തിൻ്റെ ആവറേജ്. നമ്മുടെ ഗെയ്ക്വാഡിനെ പറ്റി പറയുമ്പോൾ എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 241 റൺസ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇന്നിങ്സ് 63. ലാസ്റ്റ് ഇന്നിങ്സ് 5 റൺസിന് ഔട്ട് ആയതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് 5 മത്സരത്തിൽ അദ്ദേഹം 53 റൺസൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ദെൻ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരായിട്ട് പറയുമ്പോൾ ഒന്ന് ശിവാൻ ദൂബെ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 3 വിക്കറ്റും 151 റൺസുമാണ് എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ളത്. റീസെൻ്റായിട്ട് 5 വിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ടേക്ക് ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് അല്ല, അത് നോക്കണ്ട, അത് വേറെ എന്തോ മിസ്റ്റേക്കാണ്. പിന്നെ രവീന്ദ്ര ജഡേജ അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 19 വിക്കറ്റും 367 റൺസുമാണ് എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് എടുത്തുള്ളത്. റീസെൻറ്റ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് 32 റൺസ് 1 വിക്കറ്റും ആണ് അദ്ദേഹത്തിൻ്റെ ഇതെന്ന് പറയുന്നത്. ദെൻ MS ധോണി അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങളിത് ശ്രദ്ധിച്ചോ, മിഡിൽ ഓർഡറിലാണ് MS ധോണി. ഇനി കൂടുതലും ഒരു 4 വിക്കറ്റ് ഇനി കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഫാൻസിൻ്റെ ഒരു ഇതൊക്കെ കാരണം പെട്ടെന്ന് കയറി വരാൻ. ലാസ്റ്റ് മത്സരം കയറി വന്നത്, അതുപോലെ ഇനി എല്ലാ മത്സരം കയറി വരുമെന്ന് തോന്നുന്നു. MS ധോണിയെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് അദ്ദേഹത്തിന് 669 റൺസിൻ്റെ ആവറേജ് സ്കോർ ഉണ്ട്. ദെൻ റീസെൻറ്റ് 30-25 അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്കോർ പോകുന്നത്. ഓൾറൗണ്ടേഴ്സായിട്ട് വിജയ് ശങ്കറാണ്. അദ്ദേഹത്തെ പറയുന്ന സമയത്ത് 80 റൺസാണ് എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് എടുത്തിട്ടുള്ളത്. റീസെൻറ്റ് 69 റൺസ് 3 വിക്കറ്റും 69 റൺസ് എടുത്തു, 3 വിക്കറ്റ് വേറെ എപ്പോഴും. പിന്നെ അതുപോലെ തന്നെ രവിചന്ദ്ര അശ്വിനാണ് 20 വിക്കറ്റ് എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് എടുത്തിട്ടുണ്ട്. റീസെൻറ്റ് ഗെയിമിൽ 1 വിക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ബൗളേഴ്സിൽ ഖലീൽ അഹമ്മദാണ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൽ ആദ്യമായി പറയാനുള്ളത്. 13 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട്. 2 വിക്കറ്റാണ് ആകെ ലാസ്റ്റ് 5 മത്സരത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ 2 അല്ല കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നൂർ അഹമ്മദിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 4 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, റീസെൻറ്റ് ഫോം 4 വിക്കറ്റാണ്. എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് അദ്ദേഹം 4 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ടെന്നാണ്. പിന്നെ കീ പ്ലെയേഴ്സായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഗ്ലെൻ മാക്സ്വെലും അശ്വിനും നൂർ അഹമ്മദ്. ഓക്കെ, ഗ്ലെൻ മാക്സ്വെൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അശ്വിനും നൂർ അഹമ്മദും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അഗ്രസീവ് ബാറ്റിംഗ് ആയതുകൊണ്ട് ഔട്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഹർഷദീപ് സിംഗും അതുപോലെ തന്നെ CSK ഓപ്പണേഴ്സും ആരൊക്കെയാണ്, രച്ചിൻ രവീന്ദ്ര, കോൺവേ ഒക്കെ സ്വിങ് ആയി കഴിഞ്ഞാൽ ബോൾ ഹൈറ്റ് പോയി കഴിഞ്ഞാൽ ക്യാച്ച് പോയി ഔട്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ജഡേജ മിഡിൽ ഓർഡറിനാണ് 19 വിക്കറ്റ് എടുത്തിട്ട് എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട്. കീ പ്ലേയേഴ്സ് നോട്ട് ചെയ്യണം. ചഹാൽ വേഴ്സസ് ധോണി ബാറ്റ് ചെയ്യുന്ന സമയത്ത് ചഹാൽ വിക്കറ്റ് എടുത്താറുണ്ട് കേട്ടോ. ദെൻ ടോപ്പ് സ്ട്രാറ്റജി ടാർഗറ്റ് 190 മുകളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് നമ്മുടെ മാക്സ്വെല്ലും സ്റ്റോൺസൊക്കെ നന്നായി കളിച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ല റൺസ് പോവും. ഓക്കെ, ഇതൊന്നും വേണ്ട. എക്സ് ഫാക്ടർ മിഡിൽ ഓവർ സ്പിൻ കൺട്രോൾ ആൻഡ് ഡെത്ത് ബൗളിംഗ്. പതിരാന വേഴ്സസ് പഞ്ചാബ് ലോവർ ഓർഡർ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പഞ്ചാബിൽ 2-3 വിക്കറ്റ്സ് എന്തായാലും പോകും. ലാസ്റ്റ് ബോൾ ചെയ്യാൻ വരുന്നത് പതിരാനയാണ്. കൂടുതലും വിക്കറ്റ് കിട്ടാനുള്ള പതിരാനയ്ക്കുള്ള ചാൻസ് ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചോ. അത്രയൊക്കെ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ അത്ര മതി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ കുബേര ഫാൻറ്റസിയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മാച്ച് എടുക്കാം. പഞ്ചാബ് കിങ്സ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. സോ നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ വിക്കറ്റ് കീപ്പിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ സിമ്രാൻ സിംഗും കോൺവേ ഉണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പോൾ കോൺവേ എടുക്കാം. ശ്രേയസ് അയ്യറിനെ നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഗെയ്ക്വാഡിനെയും കൊണ്ടുവരാം. ബാക്കിയൊക്കെ നമുക്ക് നോക്കി വരാം. ജഡേജ നല്ലൊരു ഓപ്ഷനാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോണിസിനെ ഞാൻ ടീമിലോട്ട് ഇടുന്നുണ്ട്. അദ്ദേഹം കളിക്കാനുള്ള ചാൻസസ് കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെല്ലിനെ ഞാൻ ടീമിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. നൂർ അഹമ്മദ്, അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ്, ഖലീൽ അഹമ്മദ് എല്ലാ മത്സരങ്ങളും വിക്കറ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഫെർഗൂസൺ ആണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഐ തിങ്ക് ഈ ഒരു മത്സരം കൂടുതലും നല്ല രീതിയിൽ വിക്കറ്റ്സ് വീഴാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഏകദേശം ഇട്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ രച്ചിൻ രവീന്ദ്രനെയൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം കേട്ടോ. ഞാൻ അപ്പോൾ എൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം പോലെ ക്രിയേറ്റ് ചെയ്തത്. ഇതിപ്പോൾ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമാണ്. ക്യാപ്റ്റൻസി നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഗെയ്ക്വാഡ്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ നമ്മുടെ ശ്രേയസ് അയ്യർ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ കഴിഞ്ഞ മത്സരം നന്നായി കളിച്ചുകൊണ്ട് ഈ ഒരു മത്സരം പെട്ടെന്ന് ഔട്ടാനുള്ള ചാൻസ് ഉണ്ട്. വൈസ് ക്യാപ്റ്റൻ ഞാൻ ഗ്ലെൻ മാക്സ്വെല്ലോട്ടാണ് പോകുന്നത്. കാരണം അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് കളിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ടീം നോക്കാം. കോൺവേ, ശ്രേയസ് അയ്യർ, അത് ഗെയ്ക്വാഡ്, ദെൻ
ഗ്ലെൻ മാക്സ്വെൽ, രവീന്ദ്ര ജഡേജ, മാർക്കസ് സ്റ്റോയിനിസ്, ഖലീൽ അഹമ്മദ്, ഫെർഗൂസൺ, ഹർഷദീപ് സിംഗ്, പതിരാന, നൂർ അഹമ്മദ്. ഇത്രയും പേര് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീമും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലിടും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.